കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്ത് കാലത്തിന്റെ മാറ്റങ്ങളെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് തലയെടുപ്പോടെ നിലനിന്നിരുന്ന ഒരു സിനിമാ തിയേറ്റർ ഉണ്ടായിരുന്നു. മൈമുൺ തിയേറ്റർ. കേവലം ഒരു കെട്ടിടമായിരുന്നില്ല അത്. മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിന്റെയും കൊച്ചിയുടെ സാംസ്കാരിക വളർച്ചയുടെയും എണ്ണമറ്റ സിനിമാ പ്രേമികളുടെ ഹൃദയങ്ങളിൽ മായാതെ കിടക്കുന്ന ഓർമ്മകളുടെയും ജീവിക്കുന്ന അടയാളമായിരുന്നു മൈമുൺ. തലമുറകളോളം കൊച്ചിക്കാർക്ക് സിനിമയെ സ്നേഹിക്കാനും അതിനെ ഒരു ആഘോഷമാക്കി മാറ്റാനും ഒരുമിച്ച് ഒത്തുചേരാനും ഒരു ഇടം നൽകിയ മൈമുൺ ഒരുപാട് കഥകൾക്കും ചിരിക്കും കണ്ണീരിനും ആവേശങ്ങൾക്കും സാക്ഷ്യം വഹിച്ചു. അതിന്റെ ഉജ്ജ്വലമായ തുടക്കവും പ്രതാപകാലവും പിന്നീട് നേരിട്ട തിരിച്ചടികളും ഒടുവിൽ ഇന്നത്തെ അവസ്ഥയും വരെയുള്ള കാര്യങ്ങൾ കൊച്ചിയുടെ സിനിമാ ചരിത്രത്തിൽ ഒരു പ്രധാന അധ്യായമായി നിലകൊള്ളുന്നു. ഇന്ന് ഞാൻ പറയുന്നത് മൈമുൺ ലുലു തിയേറ്ററിന്റെ കഥയാണ്. നമസ്കാരം, ഞാൻ രഞ്ജിത്ത് കൃഷ്ണൻ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1981 മൈമുൺ തിയേറ്റർ അതിന്റെ ട്വിൻ സിസ്റ്ററായ ലുലു തിയേറ്ററിനൊപ്പം ചിറ്റൂർ റോഡിൽ പത്മ ജംഗ്ഷനിനടുത്ത് വെള്ളിത്തിരയുടെ ലോകത്തേക്ക് വാതിൽ തുറന്നത്. ഇത് കോക്കേഴ്സ് ഗ്രൂപ്പിന്റെ, പ്രത്യേകിച്ച് അതിന്റെ അമരക്കാരനായ സിയാദ് കോക്കറുടെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ഒരു ദീർഘവീക്ഷണത്തിന്റെ ഫലമായിരുന്നു. കേവലം ഒരു തിയേറ്റർ നിർമ്മിക്കുക എന്നതിലുപരി മലയാള സിനിമാ വ്യവസായത്തിൽ നിർമ്മാണം, വിതരണം, പ്രദർശനം എന്നീ 3 മേഖലകളിലും തങ്ങളുടേതായ ഒരു സമഗ്രമായ സ്ഥാനം ഉറപ്പിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ഇത് സിനിമാ വ്യവസായത്തിൽ വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ എന്നറിയപ്പെടുന്ന ഒരു ബിസിനസ് മാതൃകയായിരുന്നു. അതായത് സിനിമ നിർമ്മിക്കുകയും അത് സ്വന്തം തിയേറ്ററുകളിലൂടെ പ്രദർശിപ്പിക്കുകയും ചെയ്യുക. ഈ സമീപനം കോക്കേഴ്സ് ഗ്രൂപ്പിന് സാമ്പത്തികമായ സ്ഥിരത ഉറപ്പാക്കാനും തങ്ങളുടെ സിനിമകൾക്ക് ഏറ്റവും മികച്ച റിലീസിംഗ് സമയം കണ്ടെത്താനും മറ്റ് വിതരണക്കാരെയോ തിയേറ്റർ ഉടമകളെയോ അമിതമായി ആശ്രയിക്കാതെ പ്രേക്ഷകരുമായി നേരിട്ട് സംവദിക്കാനുമുള്ള സുവർണാവസരം നൽകി. മൈമുൺ തിയേറ്ററിന്റെ ഉദ്ഘാടനത്തിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങളും സിനിമാ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. ഒരു പുതിയ സിനിമാ അനുഭവത്തിന് തുടക്കം കുറിക്കുന്നതിന്റെ ആവേശത്തിലായിരുന്നു കൊച്ചിക്കാർ. മൈമുൺ തിയേറ്റർ തുറന്നപ്പോൾ പ്രദർശിപ്പിച്ച ചിത്രങ്ങൾ മലയാള സിനിമാ ചരിത്രത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയവയായിരുന്നു. ജോഷിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ത്രില്ലർ ചിത്രം രക്തം, മോഹൻ സംവിധാനം ചെയ്ത ഹൃദയസ്പർശിയായ വിട നൽകും മുൻപേ എന്നിവയായിരുന്നു ആദ്യമായി മൈമൂണിന്റെയും ലുലുവിന്റെയും വെള്ളിത്തിരയിൽ തെളിഞ്ഞത്. ഈ 2 ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ നേടുകയും 100 ദിവസത്തിൽ കൂടുതൽ പ്രദർശിപ്പിക്കപ്പെടുകയും ചെയ്തു. രക്തം എന്ന ചിത്രം മൈമുൺ തിയേറ്ററിന്റെ ഉദ്ഘാടന ചിത്രങ്ങളിൽ ഒന്നായി പ്രത്യേകമായി പരാമർശിക്കപ്പെടുന്നുണ്ട്. ഇത് തിയേറ്ററിന്റെ ആദ്യകാല വിജയഗാഥയ്ക്ക് അടിത്തറയിട്ടു. ഈ വമ്പൻ വിജയം തിയേറ്ററിന്റെ തുടക്കത്തിന് വലിയൊരു ഉണർവ് നൽകുകയും സമീപ ഭാവിയിൽ കൊച്ചിയുടെ സിനിമാ സംസ്കാരത്തിൽ മൈമുൺ ഒരു നിർണായക സ്വാധീനം ചെലുത്തുമെന്ന് പ്രവചിക്കുകയും ചെയ്തു. കൊച്ചിയിലെ സിനിമാ വ്യവസായത്തിൽ കോക്കേഴ്സ് ഗ്രൂപ്പിനും അതിന്റെ നായകനായ സിയാദ് കോക്കർക്കും സമാനതകളില്ലാത്ത ഒരു സ്ഥാനമുണ്ടായിരുന്നു. അവർ വെറും തിയേറ്റർ ഉടമകളായിരുന്നില്ല, മറിച്ച് മലയാള സിനിമയുടെ വളർച്ചയിൽ വലിയ പങ്കുവഹിച്ച നിർമ്മാതാക്കളും വിതരണക്കാരുമായിരുന്നു. 1985 പുറത്തിറങ്ങിയ കൂടും തേടി എന്ന ചിത്രത്തിലൂടെയാണ് കോക്കേഴ്സ് ഗ്രൂപ്പ് നിർമ്മാണ രംഗത്തേക്ക് കടന്നുവരുന്നത്. അതിനുശേഷം പട്ടണപ്രവേശം, മഴവിൽക്കാവടി, സമ്മർ ഇൻ ബെത്ലഹേം, ദേവദൂതൻ തുടങ്ങിയ നിരവധി വിജയ ചിത്രങ്ങൾ ഉൾപ്പെടെ 15-ലധികം സിനിമകൾ അവർ നിർമ്മിച്ചു. ഓരോ ചിത്രവും മലയാള സിനിമയുടെ ചരിത്രത്തിൽ തങ്ങളുടേതായ ഒരിടം കണ്ടെത്തി. ഇത് കോക്കേഴ്സ് ഗ്രൂപ്പിന്റെ സിനിമയോടുള്ള പ്രതിബദ്ധത, പ്രേക്ഷക അഭിരുചികൾ മനസ്സിലാക്കാനുള്ള കഴിവ്, ബിസിനസ് തന്ത്രങ്ങളിലെ മികവ് എന്നിവ പ്രകടമാക്കുന്നു. സിയാദ് കോക്കർ മലയാള സിനിമയിലെ ഒരു പ്രമുഖ വ്യക്തിത്വം എന്ന നിലയിൽ നിർമ്മാണത്തിലും വിതരണത്തിലും പ്രദർശനത്തിലും തന്റേതായ ഒരിടം കണ്ടെത്തി. ഒരു കാലത്ത് കൊച്ചി കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന കോക്കേഴ്സ് തിയേറ്റർ ഉൾപ്പെടെയുള്ളവയും അദ്ദേഹം പാട്ടത്തിനെടുത്ത് വിജയകരമായി നടത്തിയിരുന്നു. തങ്ങളുടെ സിനിമകൾക്ക് ലാഭകരമായ റിലീസിംഗ് ടൈം ഉറപ്പാക്കാൻ ഈ വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ അവരെ സഹായിച്ചു. ഇത് സിനിമാ വ്യവസായത്തിലെ മാറിക്കൊണ്ടിരിക്കുന്ന പ്രവണതകളുമായി നിരന്തരം പൊരുത്തപ്പെടാനുള്ള കോക്കേഴ്സ് ഗ്രൂപ്പിന്റെ കഴിവും വാണിജ്യ സിനിമകൾ നിർമ്മിക്കാനുള്ള അവരുടെ പ്രതിബദ്ധതയും വ്യക്തമാക്കി. നല്ല കലാകാരന്മാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ വാണിജ്യ സിനിമകളും സാംസ്കാരിക പ്രാധാന്യമുള്ള സിനിമകളും നിർമ്മിക്കാൻ കഴിവുള്ള ഒരു സ്ഥാപനമായി കോക്കേഴ്സ് ഗ്രൂപ്പ് സ്വയം തെളിയിച്ചു. തുടങ്ങിയ കാലം മുതൽ ഏകദേശം 2 പതിറ്റാണ്ടിലേറെക്കാലം മൈമുൺ തിയേറ്റർ കൊച്ചിയിലെ സിനിമാസ്വാദകരുടെ പ്രിയപ്പെട്ട ഇടമായിരുന്നു, ഒരു വികാരമായിരുന്നു. അത് കേവലം സിനിമ കാണാനുള്ള ഒരു സ്ഥലമായിരുന്നില്ല, സൗഹൃദങ്ങൾ പങ്കിടാനും പുതിയ സിനിമകളെക്കുറിച്ച് ചർച്ച ചെയ്യാനും ഒത്തുചേരാനുമുള്ള ഒരു വലിയ സാമൂഹിക ഇടം കൂടിയായിരുന്നു. പുതിയ സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ മൈമൂണിന്റെ മുന്നിൽ വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ടായിരുന്നു. ടിക്കറ്റ് കൗണ്ടറിന് മുന്നിൽ നീണ്ട നിരകൾ, സിനിമ തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പേ തിയേറ്റർ പരിസരത്ത് തടിച്ചുകൂടുന്ന ആളുകൾ, പരസ്പരം സിനിമാ വിശേഷങ്ങൾ പങ്കുവെക്കുന്ന കൂട്ടുകാർ, ഇതൊക്കെ മൈമൂണിന്റെ ദൈനംദിന കാഴ്ചകളായിരുന്നു. പലപ്പോഴും കുടുംബങ്ങളായിട്ടായിരുന്നു ആളുകൾ സിനിമ കാണാൻ എത്തിയിരുന്നത്. കുട്ടികളോടൊപ്പം സിനിമ കാണാനും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാനും വിശേഷങ്ങൾ പങ്കുവെക്കാനുമൊക്കെയുള്ള ഒരിടമായി മൈമുൺ മാറി. ഉത്സവ സീസണുകളിലും ക്രിസ്മസ്, ഓണം പോലുള്ള അവധി ദിനങ്ങളിലും മൈമുൺ തിയേറ്ററിൽ ടിക്കറ്റ് കിട്ടാൻ പോലും പ്രയാസമായിരുന്നു. ബ്ലാക്കിൽ ടിക്കറ്റ് വിൽക്കുന്നവരും അവിടെ സജീവമായിരുന്നു. ഇത് തിയേറ്ററിന്റെ ജനപ്രിയതയുടെ ഒരു സൂചനയായിരുന്നു.
അവിടുത്തെ 70mm സ്ക്രീനുകൾ ആ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച ദൃശ്യാനുഭവം നൽകിയിരുന്നു. ശബ്ദ സംവിധാനവും മികച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ചിത്രങ്ങൾ റിലീസ് ചെയ്യുമ്പോൾ ആളുകൾ മൈമൂണിനെ തന്നെയാണ് തിരഞ്ഞെടുത്തിരുന്നത്. തിയേറ്റർ പരിസരം എപ്പോഴും സജീവമായിരുന്നു. സിനിമാ പോസ്റ്ററുകൾ, സ്റ്റാർ കട്ടൗട്ടുകൾ, ചായക്കടകൾ, ലഘുഭക്ഷണശാലകൾ എന്നിവയെല്ലാം മൈമൂൺ തിയേറ്ററിന്റെ ഭാഗമായിരുന്നു. ഇത് കൊച്ചിയുടെ സിനിമാ ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമാക്കി മൈമൂണിനെ മാറ്റി. അക്കാലത്തെ പ്രമുഖരായ പല സംവിധായകരുടെയും നടീനടന്മാരുടെയും തിരക്കഥാകൃത്തുക്കളുടെയും ഒക്കെ സിനിമകൾ മൈമൂണിൽ വലിയ വിജയങ്ങൾ നേടി. കലാഭവൻ മണി നായകനായ കരുമാടിക്കുട്ടൻ പോലുള്ള ചിത്രങ്ങൾ മൈമൂൺ തിയേറ്ററിൽ ക്ലൈമാക്സ് കഴിഞ്ഞപ്പോൾ പ്രേക്ഷകർ ആവേശത്തോടെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച അനുഭവങ്ങൾ സംവിധായകൻ വിനയൻ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇത് തിയേറ്ററും പ്രേക്ഷകരും തമ്മിലുണ്ടായിരുന്ന ആഴത്തിലുള്ള വൈകാരിക ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു തിയേറ്റർ എന്നതിലുപരി കൊച്ചിയുടെ സിനിമാ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ ഒരു സജീവമായ പ്രതീകമായി മൈമൂൺ വളർന്നു. 2000ന്റെ മധ്യത്തോടെ മൈമൂൺ തിയേറ്റർ ഉൾപ്പെടെയുള്ള പല ഒറ്റ സ്ക്രീൻ തിയേറ്ററുകൾക്കും പുതിയതും ശക്തവുമായ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. ആഗോളതലത്തിൽ സിനിമാ വ്യവസായത്തിൽ വന്ന മാറ്റങ്ങൾ കേരളത്തിലും പ്രതിഫലിച്ചു തുടങ്ങി. മൾട്ടിപ്ലക്സുകളുടെ കടന്നുവരവ് ഒരു പ്രധാന ഘടകമായിരുന്നു. എയർ കണ്ടീഷനിങ്ങും ഡോൾബി സൗണ്ട് സിസ്റ്റവും ഒന്നിലധികം സ്ക്രീനുകളും ആധുനിക സൗകര്യങ്ങളുമുള്ള മൾട്ടിപ്ലക്സുകൾ സിനിമാ കാഴ്ചയുടെ അനുഭവം മാറ്റിമറിച്ചു. ആളുകൾക്ക് ഒരേ സമയം പല സിനിമകളിൽ നിന്ന് തിരഞ്ഞെടുക്കാനുള്ള അവസരം ലഭിച്ചു. സാറ്റലൈറ്റ് ടെലിവിഷൻ ചാനലുകളുടെ വ്യാപനം സിനിമാ വ്യവസായത്തിന് മറ്റൊരു വെല്ലുവിളിയായി. വീടുകളിൽ ഇരുന്ന് സിനിമ കാണാൻ അവസരം ലഭിച്ചതോടെ ആളുകൾ തിയേറ്ററുകളിലേക്ക് വരുന്നത് കുറഞ്ഞു. കൂടാതെ ഇന്റർനെറ്റിന്റെ വ്യാപനവും പൈറസിയും സിനിമാ വ്യവസായത്തിന് വലിയ തിരിച്ചടിയായി. പുതിയ സിനിമകൾ റിലീസ് ചെയ്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഓൺലൈനിൽ ലഭ്യമാകുന്ന അവസ്ഥ വന്നു. ഇതോടെ തിയേറ്റർ വരുമാനം ഗണ്യമായി കുറഞ്ഞു. സാമ്പത്തികമായ വെല്ലുവിളികളും കോക്കേഴ്സ് കുടുംബത്തിലെ സ്വത്ത് ഭാഗം വെക്കലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും കോക്കേഴ്സ് ഗ്രൂപ്പിനെ മൈമൂൺ തിയേറ്റർ ഉൾപ്പെടെയുള്ളവ വിൽക്കാൻ പ്രേരിപ്പിച്ചു. 2006ഓടെ മൈമൂൺ തിയേറ്ററും ലുലു തിയേറ്ററും അടച്ചുപൂട്ടി. ഏകദേശം 15 വർഷത്തോളം ഈ തിയേറ്ററുകൾ വിജനമായി ആളനക്കമില്ലാതെ കിടന്നു. ഒരു കാലത്ത് ആൾക്കൂട്ടം നിറഞ്ഞ ഈ പ്രദേശം ശൂന്യമായി. മോഹൻലാൽ നായകനായ മഹാസമുദ്രം എന്ന ചിത്രം മൈമൂൺ തിയേറ്ററിൽ പ്രദർശിപ്പിച്ച അവസാനത്തെ പ്രധാന സിനിമകളിൽ ഒന്നായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഒരു കാലത്ത് കൊച്ചിയുടെ സിനിമാ ജീവിതത്തിന്റെ കേന്ദ്രമായിരുന്ന മൈമൂൺ ആളനക്കമില്ലാതെ കിടന്നത് പല സിനിമാ പ്രേമികൾക്കും വലിയ സങ്കടമുണ്ടാക്കി. അവരുടെ കുട്ടിക്കാലത്തെയും യൗവനത്തിലെയും ഓർമ്മകൾക്ക് സാക്ഷ്യം വഹിച്ച ഒരിടം ഇല്ലാതാകുന്നത് വേദനാജനകമായിരുന്നു. കാലത്തിന്റെ കുത്തൊഴുക്കിൽ പഴയ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ പതുക്കെ മാഞ്ഞുപോയി. ഒരുപാട് പേരുടെ ഓർമ്മകളിലെ സുവർണ അധ്യായമായി മൈമൂൺ അങ്ങനെ ഒരു കാലയളവിൽ മാത്രം ഒതുങ്ങി. വർഷങ്ങൾ നീണ്ട അടച്ചിടലിനും വിജനതയ്ക്കും നിശബ്ദതയ്ക്കും ശേഷം മൈമൂൺ തിയേറ്റർ സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് ഒരു പുതിയ അധ്യായം കുറിക്കാൻ ലുലു ഗ്രൂപ്പ് തീരുമാനിച്ചു. ലുലു ഗ്രൂപ്പ് പ്രമുഖ സിനിമാ പ്രദർശന ശൃംഖലയായ PVR സിനിമാസുമായി സഹകരിച്ച് ഈ സ്ഥലത്ത് ഒരു ആധുനിക മൾട്ടിപ്ലക്സ് തിയേറ്റർ സമുച്ചയം നിർമ്മിക്കുവാൻ തീരുമാനിച്ചു. ഏകദേശം 2 ഏക്കറിലധികം വരുന്ന വിശാലമായ സ്ഥലത്താണ് ഈ പുതിയ പ്രൊജക്ട് ഉയരുന്നത്. ഇത് വെറും ഒരു റെനോവേഷൻ അല്ല, മറിച്ച് പൂർണ്ണമായും പുതിയൊരു കൺസ്ട്രക്ഷനാണ്. പഴയ കെട്ടിടങ്ങൾ പൂർണ്ണമായി പൊളിച്ചു നീക്കി അതിനു പകരം ലോകോത്തര നിലവാരത്തിലുള്ള ആധുനിക സാങ്കേതിക വിദ്യകളോടുകൂടിയ 4-5 സ്ക്രീനുകളുള്ള ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നു. പിക്സൽ സ്ക്രീൻ പോലുള്ള അതിനൂതനമായ ദൃശ്യാനുഭവങ്ങൾ നൽകുന്ന സംവിധാനങ്ങളും ഡോൾബി അറ്റ്മോസ് പോലുള്ള ശബ്ദ സാങ്കേതിക വിദ്യകളും ഈ പുതിയ തിയേറ്ററിൽ ഉൾപ്പെടുത്തും. സുഖപ്രദമായ ഇരിപ്പിടങ്ങൾ, വിശാലമായ ലോബി, മികച്ച ലഘുഭക്ഷണ കൗണ്ടറുകൾ എന്നിവയെല്ലാം ഈ പുതിയ സമുച്ചയത്തിന്റെ ഭാഗമായിരിക്കും. കൊച്ചിയുടെ വിനോദ മേഖലയ്ക്ക് ഇത് വലിയ ഉത്തേജനം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നഗരത്തിന്റെ സാമ്പത്തിക വളർച്ചയെയും സിനിമാ വ്യവസായത്തെയും ഇത് കൂടുതൽ ശക്തിപ്പെടുത്തും. പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സമീപ പ്രദേശങ്ങളിലെ കച്ചവടങ്ങൾക്കും ഇത് ഗുണകരമാകും. ആധുനിക സിനിമാ പ്രേമികൾക്ക് ലോകോത്തര നിലവാരമുള്ള ഒരു സിനിമാ അനുഭവം നൽകാൻ ഈ പുതിയ മൾട്ടിപ്ലക്സ് സഹായിക്കും. നിലവിൽ മൈമൂൺ തിയേറ്റർ സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് നവീകരണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ടെമ്പററി ക്ലോസ്ഡ് ഫോർ റെനോവേഷൻ എന്നാണ് പല സോഴ്സുകളും സൂചിപ്പിക്കുന്നത്. പഴയ മൈമൂൺ തിയേറ്റർ ഇരുന്ന സ്ഥലം ഇപ്പോഴും സമീപത്തുള്ള സ്ഥലങ്ങൾ കണ്ടെത്താൻ പലർക്കും ഒരു ലാൻഡ്മാർക്കായി പ്രവർത്തിക്കുന്നു. സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെയാണ് ഈ പുതിയ മൾട്ടിപ്ലക്സിന്റെ ഉദ്ഘാടനത്തിനായി കാത്തിരിക്കുന്നത്. ഇത് കൊച്ചിയിലെ സിനിമാ പ്രദർശന ചരിത്രത്തിൽ പുതിയൊരു വഴിത്തിരിവാകും. നഗരത്തിന് ഒരു പുതിയ വിനോദ കേന്ദ്രം സമ്മാനിക്കും. മൈമൂൺ തിയേറ്റർ കൊച്ചിയുടെ സാംസ്കാരിക ഭൂമികയിൽ നിന്ന് പൂർണ്ണമായി മാഞ്ഞു പോയിട്ടില്ല. അതിന്റെ പേരും അതുണ്ടാക്കിയ ഓർമ്മകളും അതിന്റെ ഭാഗമായ സിയാദ് കോക്കർ അടക്കമുള്ളവരുടെ സിനിമാ സ്വപ്നങ്ങളും ഇന്നും നിലനിൽക്കുന്നു. ഒരു കാലഘട്ടത്തിലെ സിനിമാ കാഴ്ചകളുടെ ജീവിക്കുന്ന ഓർമ്മപ്പെടുത്തലായി അത് മനസ്സുകളിൽ അവശേഷിക്കും. പുതിയൊരു മൾട്ടിപ്ലക്സിൽ പഴയ തിയേറ്ററിന്റെ ആത്മാവ് പുനർജനിക്കുമ്പോൾ കൊച്ചിയുടെ സിനിമാ ചരിത്രത്തിലെ ഒരു പ്രധാന അധ്യായം വീണ്ടും തുറക്കപ്പെടുകയാണ്. പഴയ ഓർമ്മകളെ നിലനിർത്തിക്കൊണ്ട് പുതിയതിനെ സ്വീകരിക്കുന്ന കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന കൊച്ചി നഗരത്തിന്റെ പ്രതിഫലനം കൂടിയാണ് മൈമൂൺ തിയേറ്ററിന്റെ ഈ പുനർജന്മം. ഇത് വെറും ഒരു കെട്ടിടത്തിന്റെ കഥയല്ല, ഒരു നഗരത്തിന്റെ സിനിമാ ചരിത്രത്തിന്റെയും തലമുറകളുടെ ഓർമ്മകളുടെയും മാറുന്ന കാലഘട്ടത്തിന്റെ അടയാളപ്പെടുത്തലിന്റെയും കഥയാണ്.
ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.